ഹായ്, ഇന്ന് നമ്മളുള്ളത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയുള്ള വിനോദ് സാറിൻ്റെ വീട്ടിലാണ്. ഇന്ന് നമ്മൾ ഹോം ടൂറാണ് ആക്ച്വലി ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീട്ടിലേക്ക് നമ്മൾ ആദ്യം കയറി വരുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളിവിടെ ഗസ്റ്റ് ലിവിംഗ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളൊരു വാൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. തിക്നെസ്സിലുള്ള ഫ്രെയിമൊക്കെ ആയിട്ട് വലിയൊരു ഫോട്ടോയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നീട് വരെ നമ്മൾ ഇതിനകത്ത് ഈ കർട്ടൻസ് ആണ് നമ്മൾ കൊടുത്തത്. ഇതിനകത്ത് ഈ ബ്ലൈൻഡ്സ് അല്ല, കർട്ടൻ തന്നെ ആഡ് ചെയ്തിരിക്കുന്നത്. അത് കർട്ടന് നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ പൈപ്പൊക്കെ ഒന്ന് ഹൈഡ് അയക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നീട് വരുന്നത് ഇതിനകത്ത് നമുക്കൊരു പൂജ യൂണിറ്റ് വരുന്നുണ്ട്. നമുക്ക് ചെറിയൊരു പൂജ യൂണിറ്റാണ്, ഒരു 2 സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ CNC കട്ടൊക്കെ ചെയ്തിട്ട് ഉള്ളിൽ ലൈറ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പൂജ യൂണിറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇതുപോലെ തന്നെ CNC കട്ടിങ് നമ്മൾ സീലിങ്ങിലും ഇതിൽ CNC കട്ടിങ് ആഡ് ചെയ്തിട്ടുണ്ട്. CNC അതിനകത്ത് ലൈറ്റൊക്കെ കൊടുത്തിട്ട് സീലിങ്ങിൽ നമ്മളിത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഡൈനിങ് സ്പേസ്, അതായത് ഈ സ്റ്റെയറിൻ്റെ ഒരു ബോട്ടം സൈഡ്, സ്റ്റെയറിൻ്റെ ഒരു ഏരിയയിലാണ് നമ്മൾ ഈ ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആക്ച്വലി ഒരു വാളുണ്ട്, അതായത് ഈ സ്റ്റെയർ കേസിൻ്റെ ബോട്ടം സൈഡിൽ നിന്ന് വാൾ കുറച്ച് എക്സ്പോസറാണ്. അപ്പോൾ നമ്മളത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ PVCയുടെ ഒരു പാനലിങ് ചെയ്തിട്ടുണ്ട്. PVC പാനലിങ് ചെയ്ത് മീൻസ് PVC ലൂവർ നമ്മൾ ചെയ്തിട്ട് അതിൽ നമ്മൾ ഡൗൺലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡൗൺലൈറ്റ് കൊടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതിൻ്റെ PVC ലൂവറിനോട് ചേർന്ന് തന്നെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ആ ഡോറിന് പറഞ്ഞാൽ ബാക്കിലായിട്ട് ഒരു പാർശ്വമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങുന്നത് നമ്മൾ ഈ ഡൈനിങ്ങിൽ നിന്നാണ് ആ പാർശ്വയിലോട്ട് പോകാനുള്ള ഒരു ഡോറാണത്. നമ്മൾ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫാമിലി ലിവിംഗ് ആണ്. അപ്പോൾ ഡൈനിങ്ങും ഈ ഒരു ഫാമിലി ലിവിംഗ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ സീലിംഗിലാണ് ഈ സെപ്പറേഷൻ നമ്മൾ കൊടുത്തേക്കുന്നത്. സീലിംഗ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു സെപ്പറേഷൻ തന്നെ കൊടുത്തേക്കുന്നത്, സീലിംഗിൽ ചെയ്തിപ്പോൾ. പിന്നെ ഇത് 2 സൈഡിലായിട്ട് CNC കട്ടിങ് ചെയ്തിട്ട് നമ്മളൊരു സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കളർ തീം എന്ന് പറഞ്ഞാൽ ഇതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു സോഫയുടെ കളറായിട്ട് നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് TV യൂണിറ്റാണ്. TV യൂണിറ്റ് ഈ ഒരു വാളിൽ ഫുള്ള് നമ്മൾ, അതായത് ഈ ഒരു ഫുൾ ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ടൊരു CNC ഡിസൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വാൾ മീൻസ് ഈ വാൾ ഫുൾ എടുത്തുകൊണ്ട് തന്നെ ഈ വാൾ കവർ ചെയ്യാനായിട്ട് നമ്മൾ ടെക്സ്ചർ വർക്കിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്ത് അതിനെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ആ വാൾ. നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കളർ തീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഫുള്ളി ഒരു വാം ലൈറ്റും പെയിൻ്റ് ആയാലും ഈ കർട്ടൻസും നമ്മുടെ ഈ ടെക്സ്ചർ പെയിൻറ്റും എല്ലാം ഒരു വാം ഫീലിലാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ടൈലിൻ്റെ കളറായാലും എല്ലാം ഫുള്ളി ഇവിടെ ഒരു വാം ലൈറ്റാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സ്പേസാണ്, അത് കിച്ചൺ. കിച്ചണിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളിത് ഗ്രേ ആൻഡ് വൈറ്റ് തീമിലാണ് കിച്ചൺ ഫുള്ളി ചെയ്തേക്കുന്നത്. അപ്പോൾ ടൈലാണെങ്കിലും ഗ്രേ ആണ്. പിന്നെ ഫുള്ള് ഇതിന് കബോർഡ്സ് വർക്ക് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ ഹൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫുൾ ഹൈറ്റ്. പിന്നെ നമ്മളിവിടെ ഒരു പാൻട്രി യൂണിറ്റ് ഫുൾ ഹൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സീലിംഗ് എന്ന് പറയുന്നത് വെട്ടം, കിച്ചണിനകത്ത് മാക്സിമം വെട്ടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രൊഫൈലായിട്ട് നല്ലപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് നല്ലപോലെ വൈറ്റ് ലൈറ്റ്, ഇതിന് ലൈറ്റ് നല്ലപോലെ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ കിച്ചണിൽ മാക്സിമം സ്റ്റോറേജ് കൊടുക്കുന്ന ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പം ഈ ബോട്ടം ക്യാബിനറ്റിൽ 6 ക്യാബിനറ്റ് നമ്മൾ പുൾ ഔട്ട്സ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് കിച്ചൺ ആക്സസറീസിൻ്റെ പുൾ ഔട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഈ വീട് നമ്മൾ ഡ്രസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ബാത്റൂമിനോട് ചേർന്ന് നമ്മളൊരു ഫുൾ യൂണിറ്റായിട്ട് നമ്മൾ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ നമ്മൾ ഫ്ലോറിങ് ടൈലിൻ്റെ ഒരു ഷെയ്ഡ് പോലും നമ്മൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഓവറോൾ ഒരു കളർ തീം അനുസരിച്ചാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ റൂമിൽ നമ്മൾ കൊടുത്തേക്കുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് 2 ടേബിൾ കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ, ഒരെണ്ണം ഒരു വർക്കിംഗ് ടേബിൾ പോലെ തന്നെ ചെയ്തേക്കുന്നത്. നമുക്ക് ലാപ്പൊക്കെ യൂസ് ചെയ്യുമ്പം ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തീമിലും നോർമലി ഒരെണ്ണം 2 സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തേക്കുന്ന ഒരു ടേബിളാണ് ഒരെണ്ണം കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മളിത് ഫുൾ ഹൈറ്റിലാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തേക്കുന്നത്. 4 ഡോറിൻ്റെ വാർഡ്രോബാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഏരിയ എടുത്തിട്ട് നമ്മളിതുപോലെ ഓപ്പൺ ഷെൽഫ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ 4 ഡോറിനകത്ത് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു നിഷ് വർക്ക് കൊടുത്തു, ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് വാർഡ്രോബ് വന്നിരുന്നത്. അതെ, ഫുൾ സ്റ്റോറേജ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തും വരുന്നത് നമുക്കൊരു ക്യൂൻ സൈസിലൊരു ബെഡ് വരുന്നുണ്ട്, 2 സൈഡ് ടേബിൾ വരുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ഫുൾ ലെങ്തിൽ ഫുൾ ഹൈറ്റിൽ എന്ന് വെച്ചാൽ ഈ വാളിൻ്റെ ഒരു ഏകദേശം ഫില്ല് ചെയ്തതായിട്ട് നമ്മളൊരു ബെഡ് പാനൽ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്.
ബെഡ് പാനൽ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ടെസ്റ്റർ കൊടുത്തിട്ടുണ്ട്. സിമെൻറ്റ് ടെക്സ്റ്ററാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വിൻഡോസ് നമ്മൾ പാനൽ ചെയ്തിട്ടുണ്ട്. വിൻഡോസിൻ്റെ ഫ്രെയിം നമ്മളൊരു ഉടൻ പാനൽ കൂടി ചെയ്തിട്ടുണ്ട്. കുറേ കൂടി ഈ ഒരു ബ്ലൈൻഡ്സ് ഒക്കെ വരുമ്പോൾ കുറേ കൂടി ഇതൊരു ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഫ്രെയിം. നമ്മൾ അതുപോലെ ഇപ്പോൾ സീലിംഗ് കേസിൽ നമ്മളിവിടെ ഈ ഒരു ഹൈലൈറ്റ് പോർഷൻ, അതായത് ഇത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വുഡൻ ടെക്സ്ചർ സെയിം ഈ വാർഡ്രോബിൻ്റെ നമ്മുടെ ഈ വിൻഡോ പാനലിൽ നമ്മൾ കൊടുത്തേക്കുന്ന അതേ ഒരു പാറ്റേൺ തന്നെ നമ്മൾ സീലിംഗിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സെൻട്രൽ പോർഷൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു CNC ഡിസൈൻ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ്. നമ്മൾ ഈ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത് ഒരു ക്യൂൺ സൈസ് ബെഡാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ് വിത്ത് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബെഡ് പാനൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡ് ടേബിൾ കവർ ചെയ്ത് നല്ല വലിയ സൈസിൽ തന്നെയാണ് ഇതിനകത്ത് ബെഡ് പാനൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇതിനകത്തൊരു 4 ഡോറിൻ്റെ വാർഡ്രോബ് വരുന്നുണ്ട്. 4 ഡോർ വരുന്നതിൻ്റെ പക്ഷേ ഈ സെൻറ്ററിൽ നമ്മളൊരു ഡ്രസ്സിങ് യൂണിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മിററൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫുൾ ഹൈറ്റിലാണ് നമ്മൾ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ബ്ലൈൻഡ്സ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് ക്ലോത്തിൻ്റെ കർട്ടൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ റാടൊക്കെ മറിക്കാനായിട്ട് ഒരു ബോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലോത്ത് കർട്ടൻ ഇത്രയും ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ബോക്സർ വന്നപ്പോഴാണ്. അതെ, അതൊന്ന് ഹൈഡ് ആയപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഒരു ക്ലീൻ ലുക്ക് ആയിട്ടുണ്ട്. അതെ. പിന്നെ സീലിംഗ് ലൈറ്റുകളായാലും അത്യാവശ്യം ഇതിനകത്ത് നമ്മൾ സീലിംഗ് ലൈറ്റിൽ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന പ്രൊഫൈൽ ലൈറ്റാണ് നമ്മൾ കൂടുതലും ആഡ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റ് ആഡ് ചെയ്തിട്ട് അതിനകത്ത് സീലിംഗ് നമ്മൾ കൂടുതലും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമിൽ നമ്മൾ ഡ്രൈ ഏരിയ പറ്റിയൊരു സെപ്പറേഷൻ, ഒരു ഗ്ലാസ് പാർട്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഏരിയ ആണ്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂം ഉണ്ട്. 2 ബെഡ്റൂമിൽ നിന്ന് ഇതിൻ്റെ ബാക്കിലോട്ട് ആക്സസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഫാമിലി ലിവിംഗ്. ആക്ച്വലി നമ്മൾ ഈ ഫാമിലി ലിവിംഗിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു 5 സീറ്റിൻ്റെ സോഫയുണ്ട്. പിന്നെ ഒരു ബുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബുക്ക് ഷെൽഫ് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഈ ബുക്ക് ഷെൽഫ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വുഡൻ പാനൽ, വിൻഡോയ്ക്ക് ഒരു വുഡൻ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ സെയിം കളർ തീം തന്നെയാണ് നമ്മൾ ടീപ്പോയി ആയാലും ഇവിടെ ഫാൾ സീലിംഗിലും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലും എല്ലാം ഈ സെയിം കളർ തീമിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് കാണാം. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ക്യൂൺ സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 സൈഡിൽ നമ്മൾ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നല്ല ഹൈറ്റിൽ തന്നെ ഒരു ഇതിൻ്റെ ബെഡ് പാനലിംഗ് വർക്ക് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിൽ വരുന്നത് നമുക്കൊരു 2 ടൺ ഹൈറ്റിൽ വരുന്ന ഒരു വാർഡ്രോബാണ്. ഈ വാർഡ്രോബ് വരുന്നുണ്ട് ഇവിടെ. പിന്നെ നല്ല ലോങ്ങിൽ തന്നെ നമുക്കൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗമായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ ആർച്ച് ഷേപ്പിലുള്ള ഒരു വിൻഡോ ആയിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തിട്ട് അവിടെ ഒരു ബുക്ക് ഷെൽഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിനകത്ത് ബ്ലൈൻഡ്സ് കൊടുത്തു. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് മിറർ യൂണിറ്റാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഇവിടെ ഒരു സിംഗിൾ ഡോറ് വാർഡ്രോബും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മളൊരു സൈഡ് ടേബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിൾ എന്ന് മീൻസ് ഒരു കമ്പ്യൂട്ടർ ടേബിളാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ 2 സ്റ്റോറേജ് സ്പേസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് നമ്മളെല്ലാ റൂമിലും ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്, ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു റൗണ്ട് സൈഡ്സിൽ ജിപ്സം ഡിസൈനാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു കർവ് ഡിസൈൻ ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ അതിന് മാച്ച് ആവുന്ന തന്നെയാണ് നമ്മളിവിടെ ഒരു സീലിംഗ് വർക്ക് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ ലാസ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറുതാണ്, മീൻസ് കുറച്ച് സ്പേസ് കുറവാണ്. നമ്മൾ അത്യാവശ്യം ഇതിൽ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നമ്മൾ ഫുള്ളി ആഡ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ തീമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടൈലും നമ്മുടെ ഈ വാർഡ്രോബിൻ്റെ കളർ ഇതെല്ലാം ഒരു ഗ്രീൻ തീമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തിൽ നമ്മൾ ഫുൾ ഹൈറ്റിൽ നമ്മൾ വാർഡ്രോബ് ഫുൾ ഹൈറ്റിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മിറർ യൂണിറ്റ്, ബ്ലൈൻഡ്സ്, പിന്നെ ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സിംഗിൾ പാളി വിൻഡോ ആണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നമ്മളൊരു ആ വിൻഡോയുടെ ഏരിയയിൽ ഒരു സിറ്റിങ്ങിനുള്ള ഒരു ചെറിയൊരു ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വീട് വെക്കണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നപ്പോൾ ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്ന കാര്യം, വീട് എങ്ങനെ വെളിയിൽ നിന്ന് കാണുമ്പോൾ
അതുപോലെ തന്നെ അകത്തും ആ ഭംഗി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ അതിന് പറ്റിയ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ വർക്ക് അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഡെവലപ്പേഴ്സിലേക്ക് ഞങ്ങൾ എത്തുന്നത്. അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അത് ഒരു ടീം വർക്ക്, ഈസ് നോട്ട് എ സിംഗിൾ പേഴ്സൺ. അവരെ ഒരു ടീം വർക്കായിട്ടാണ് അവർ നമ്മളെ അപ്രോച്ച് ചെയ്ത് വന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു, എന്താണ് നമ്മുടെ റിക്വയർമെൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കി. അത് പ്രകാരം അവരൊരു ഡിസൈൻസ് നമുക്ക് തന്നു. ആ ഡിസൈനിന് പ്രകാരം ഞങ്ങൾ അതിൽ വർക്കൗട്ട് ചെയ്തു. ഞങ്ങളൊരു കളർ തീം വെച്ചിരുന്നു. അതിൽ വെച്ച് അവരുടെ സജഷനും കൂടെ വെച്ചാണ് ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു ഭംഗി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു ഡിസൈൻ തരുമ്പോൾ ആ ഡിസൈനിനുള്ള ആ ഒരു ഭംഗി റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അതിൽ അവർ 100% സക്സീഡായി. സെക്കൻഡ്, ബഡ്ജറ്റ്. ഞങ്ങളൊരു ബഡ്ജറ്റ് വെച്ചിരുന്നു. ആ ബഡ്ജറ്റിൽ തീർക്കണം. അതിൽ അവർ സക്സസ് ആയി. ആ ബഡ്ജറ്റിനുള്ളിൽ അവർ അത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് തന്നു. തേർഡ്, ക്വാളിറ്റി. ഓരോ റോ മെറ്റീരിയലും ഓരോ വർക്കിനുള്ള ഐറ്റംസ് യൂസ് ചെയ്തും ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് കൊണ്ടാണ്. അത് അവർ തന്നെ വിളിച്ച് നമ്മളെ അത് ബോധ്യപ്പെടുത്തി പല സ്റ്റേജുകളിലും. അതിലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അറ്റ് ദ എൻഡ് വി ആർ ഹാപ്പി. ഇത്ര മനോഹരമായി നമ്മുടെ ഡ്രീം യാഥാർത്ഥ്യമാക്കിയ ലിമിറ്റ് സ്റ്റേറ്റ് ഡെവലപ്പേഴ്സിന് വളരെയധികം നന്ദി.